ഈ പെർട്ടിക്കുലർ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് ഒരു ഫാമിലി കൂടെ കിട്ടും. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയല്ല. ഞാൻ ഇതിൻ്റെ മൈലേജിനെ പറ്റി സംസാരിക്കാം. പോപ്സ് ആൻഡ് ബാങ്ക്സ് നിങ്ങളെ കിട്ടി സ്ത്രീധന തുക തരുമോ അല്ല? ഓക്കെ, അപ്പോൾ നമുക്ക് 2022 ഞാൻ ഈ എടുത്തതിൻ്റെ കേസ് പറയാം. ഞാൻ എന്തിന് ഈ വണ്ടി എടുത്തു എന്നുള്ളതിനുള്ള ചോദ്യം. യേശുട്ടൻ ബുദ്ധിമാനായ ഒരു മണ്ടനല്ലേ? അപ്പം എനിക്ക് അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഏത് വണ്ടി എടുക്കുന്നുണ്ടെങ്കിലും അത് കുറച്ച് യുണീക്ക് ആയിരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതായത് എവിടെ പോയാലും ഒരു ഹെഡ് ടേണർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു 4 ആൾക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. സോ അങ്ങനെ ഞാൻ കുറച്ച് അന്വേഷിച്ച്, ഇത് വളരെ റെയറായിരുന്നു ഈ റോഡിലൊന്ന് കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട്. ഭാഗ്യം കൊണ്ട് എനിക്ക് കാണാൻ പറ്റി രണ്ട് വണ്ടികൾ റോഡിൽ, അതും DB ഇല്ലാണ്ട് ഓട്ടിച്ച വണ്ടി. എൻ്റെ മോനോ, ആ ഒരു സാധനം റോഡിൽ കൂടെ പോകുന്നുണ്ട് എന്നെ മനുഷ്യൻ്റെ ചങ്ക് ഇങ്ങനെ ഇടിച്ച്. കാരണം ഇതിൻ്റെ സൗണ്ട്, ഇതിന് DB ഊരി വെച്ചാൽ കിട്ടുന്ന സൗണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒരു വണ്ടിക്കും കിട്ടില്ല. ഇപ്പോൾ വരുന്ന വണ്ടികൾക്ക് അവർ എക്സോസ്റ്റിൻ്റെ വലിപ്പം കൂട്ടി സൗണ്ട് വരുത്തുന്നുണ്ട്, പക്ഷേ ഇതിനോട് പിടിച്ചിരിക്കാൻ സൗണ്ടിൽ വേറെ വണ്ടിയില്ല. അതായത് സ്റ്റോക്കിൽ ആഫ്റ്റർ മാർക്കറ്റ് കയറ്റുമ്പം എല്ലാ വണ്ടിക്കും സൗണ്ട് കൂടും. ബട്ട് സ്റ്റോക്കിൽ ഈ ട്വിൻ എക്സോസ്റ്റ് വരുന്ന XT, ഇത് 2017 മോഡൽ XT ആണ്. ട്രാക്ഷനും ഇല്ല, ABS ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് മാൻ ആൻഡ് ദ മെഷീൻ. അതല്ലാണ്ട് വേറെ ഒന്നും ഈ വണ്ടിക്ക് എത്തില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ഒരു വണ്ടിയെ പറ്റി അറിഞ്ഞത്. അന്ന് എനിക്കിത് എന്ത് വണ്ടി ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് ഓട്ടിച്ച് നോക്കാൻ ഒരു അവസരവും കിട്ടിയില്ല. ബട്ട് ഞാൻ വണ്ടി OLX-ലും മാർക്കറ്റ് പ്ലേസിലൊക്കെ തപ്പി. എനിക്ക് പിന്നെ ലാസ്റ്റ് എനിക്ക് ഈ വണ്ടി 2022 OLX-ൽ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേറെ വണ്ടികൾ നോക്കി, പക്ഷേ വേറെ വണ്ടി ഇൻ ദ സെൻസ് മോജ് തന്നെ വേറെ വണ്ടികൾ നോക്കി. പക്ഷേ എനിക്ക് ഇത് തന്നെ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഫേവറേറ്റ് കളർ റെഡ്. ഇത് വെറും റെഡല്ല, ഇത് ക്രിംസൺ റെഡാണ്. സെക്കൻഡ് വരുന്നത് ഇതിൻ്റെ ഫാൻസി നമ്പർ. അങ്ങനെ 2-3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വണ്ടി നോക്കാനുള്ള റീസൺ. ബട്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് പോയ ഒരു സാധനത്തിൻ്റെ ഒരു 50% ഒരു സാധനത്തിൽ കണ്ടാൽ നമ്മളത് എടുക്കും. ബാക്കി 50% എന്താണോ വരുന്നത് വഴിയിൽ വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ലിറ്ററലി കണ്ടു. സോ അതാണ് ഈ വണ്ടി എടുക്കാനുള്ള മെയിൻ റീസൺ. ഞാനിത് എടുത്തത് 23,000 കിലോമീറ്റർ സംതിങ് എന്തോ ആയപ്പോഴാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ഇപ്പോൾ വണ്ടി അറൗണ്ട് 53,500 ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. പൊന്നുപോലെ നോക്കി, കുറേ പൈസ പൊട്ടിച്ചു, വീട്ടുകാരിൽ നിന്ന് കുറേ തെറി കിട്ടു, എന്നിട്ടും കൊണ്ട് നടക്കുന്നുണ്ട്. ബട്ട് ഇത് എന്തൊക്കെ പറഞ്ഞാലും, എത്ര പൈസ പൊട്ടിച്ചാലും ഈ വണ്ടി ഒന്ന് ഓട്ടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഫീല്, അതാണ് ഇതുവരെ വണ്ടി എന്നെ കൊണ്ട് എത്തിച്ചത്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയല്ല. അതായത് നിങ്ങൾക്ക് ഡ്രാഗ് അടിക്കാനോ അല്ലെങ്കിൽ ലൈക്ക് ടോപ്പ് എൻഡ് ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി ഒരിക്കലും അല്ല. ഇറ്റ്സ് നോട്ട് ബിൽഡ് ഫോർ ദാറ്റ്. ഈ വണ്ടി എന്തിനാന്ന് പറഞ്ഞാൽ ഒരു ക്രൂയിസറാണ്. നിങ്ങൾക്ക് എവിടെ വേണോ ഈ വണ്ടി കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിൽ ഹൈവേയിൽ പോകണോ പൊയ്ക്കോ, അതിൻ്റേതായ ഒരു സ്വീറ്റ് സ്പോട്ടുണ്ട്. ആ ഒരു സ്പോട്ടിൽ പിടിച്ച് സ്മൂത്തായിട്ട് നിങ്ങൾ ഹൈവേയിൽ ഒരു പ്രശ്നമില്ലാണ്ട് ക്രൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഓഫ് റോഡ് കൊണ്ടുപോകണോ പൊയ്ക്കോ, കാലിന് ബലം ഉണ്ടെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ. ഇത് ചരിഞ്ഞ് വീണ ഒന്നെടുത്ത് പൊക്കാനുള്ളൊരു ബലം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഓഫ് റോഡിങ് ഇൻ ദിസ്. കാരണം ഒരു പ്രശ്നമില്ല, അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എന്തായാലും ഓഫ് റോഡ് പോകുമ്പോൾ പില്ലിയണം വെച്ചുകൊണ്ടായിരിക്കില്ലല്ലോ പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് രണ്ടിടത്തും കൊണ്ടുപോകാം, ഒരു പ്രശ്നമില്ലാത്ത രണ്ടിടത്തും നിങ്ങൾക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. ഞാനിതിൻ്റെ
എന്താ BHPയും ടോർക്കും ഇതൊന്നും പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം ആരും വണ്ടി എടുക്കുന്നത് BHPയും ടോർക്കും മൈൻഡിൽ വെച്ചിട്ടല്ല. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഓട്ടിക്കാൻ പറ്റണം, നിങ്ങളെ ആവശ്യങ്ങൾ നടക്കണം, എവിടെ നിന്ന് വെച്ചാൽ കൊണ്ടുപോകണം. ദാറ്റ്സ് വാട്ട് യു ഓൾ ഗൈസ് നീഡ്. ബട്ട് അല്ലാണ്ട് എത്ര ടോർക്ക് തരും, എത്ര BHP പ്രൊഡ്യൂസ് ചെയ്യും, മറ്റേ വണ്ടി അടിച്ചിടാമോ, ഈ വണ്ടി അടിച്ചിടാമോ, ബുൾഷിറ്റ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങൾ എടുക്കുന്ന വണ്ടി നിങ്ങളെ ഹാപ്പി ആക്കണം. ദാറ്റ്സ് ഇറ്റ്. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ വേണം, ഇല്ലെന്നല്ല. പക്ഷേ ജസ്റ്റ് ആ ഒരു കാര്യങ്ങൾ മാത്രം കൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ പെർഫോമൻസ് ഇറ്റ് ആക്ച്വലി സാറ്റിസ്ഫൈസ് മീ. എനിക്ക് ഹൈവേയിൽ കൊണ്ടുപോകാം, ഓഫ് റോഡ് കൊണ്ടുപോകാം, എല്ലാത്തിനും അത്യാവശ്യം നല്ല പവറുണ്ട്. പില്ലിയണേയും വെച്ച് ഹൈവേയിൽ ക്രൂസ് ചെയ്യാം, വേറെ ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ ഇതിൻ്റെ മൈലേജിനെ പറ്റി സംസാരിക്കാം. മൈലേജ് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് ആക്ച്വലി 23 ആണ് കിട്ടിയത്. 23 കിലോമീറ്റർ പെർ ലിറ്റർ. അതാണ് എനിക്ക് ഈ വണ്ടി തന്നത്. സോ 23 ഈ ഒരു വണ്ടിക്ക് 300cc ആയ വണ്ടിക്ക് മൈലേജ് കുറവാണെന്ന് ചോദിച്ചാൽ യെസ്, കുറവാണ്. കാരണം 390 വരുന്ന വണ്ടികൾക്ക് മൈലേജ് കൂടുതലുണ്ട്. ബട്ട് എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂൽ ട്രോണിക്സ് വയ്ക്കാം. പക്ഷേ ഫ്യൂൽ ട്രോണിക്സ് വെച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് മാത്രമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പോപ്സ് ആൻഡ് ബാങ്ക്സ് ട്യൂൺഡ് അല്ല, പക്ഷേ പോപ്സ് ആൻഡ് ബാങ്ക്സ് സ്റ്റോക്കായിട്ട് നമുക്ക് കിട്ടും. ആ സാധനം വെച്ചാൽ പോകുമെന്ന് കുറച്ച് യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനത് വെച്ചിട്ടില്ല. എനിക്ക് അത്യാവശ്യം ഓക്കെയാണ്, ആ മൈലേജും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഞാനത് ഓട്ടിക്കുന്നു. ഐ എം പ്രിറ്റി മച്ച് കംഫർട്ടബിൾ അബൌട്ട് ദാറ്റ്. ഇനി പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കോൺസ് തുടങ്ങാം. ഇത് വഴിയിലാക്കിയിട്ടുണ്ടോ എന്നെ? ഇഷ്ടംപോലെ വട്ടം എന്നെ വഴിയിലാക്കിയിട്ടുണ്ട്. ആക്കിയിട്ടുള്ള റീസൺസ്: ടെൻഷനർ പോയിട്ടുണ്ട്, പിന്നെ ബാറ്ററി പോയി, റെക്ടിഫയർ പോയി. ഇതെല്ലാം കാരണം വണ്ടി ഓണാവേണ്ടിരുന്നിട്ടുണ്ട്. പിന്നെ മേജർ ഇഷ്യൂ ഫ്യൂവലാണ് ഇതിൻ്റെ മേജർ ഇഷ്യൂ. അതായത് ഇതിൻ്റെ പമ്പും ഇതിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ട്യൂബ് ഇതൊക്കെ ചുമ്മാ ഇരുന്നങ്ങ് അടിച്ചു പോവുക. അതുകൊണ്ട് വണ്ടി എപ്പോൾ എടുത്താലല്ല, ലൈക്ക് അത് റിപ്പയർ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ എടുക്കുന്ന ടൈം മൊത്തം ഇതായിരിക്കും. ഫ്യൂവൽ ലീക്കേജ് ഉണ്ട്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം തന്നെയാണ് വഴിയിലാക്കട്ടോ. പക്ഷേ ഈ പെർട്ടിക്കുലർ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് ഒരു ഫാമിലി കൂടെ കിട്ടും. നിങ്ങൾ ഞെട്ടി കാണും എന്താണ് ഞാനതിൽ നിന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുതരാം. ഈ വണ്ടി എടുത്താൽ ഒരു ഫാമിലി കൂടെ കിട്ടുമെന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ദി മോജോ ട്രൈബ്. എൻ്റെ മോനെ, എനിക്ക് റൈഡിങ് ഗ്രൂപ്പ് ഇഷ്ടം പോലെ ഉണ്ടാവാം. അതായത് ഏതൊരു വണ്ടിക്കാണെങ്കിലും ഏതൊരു ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും റൈഡിങ് ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു വണ്ടിക്ക്, അതായത് ഷോറൂം പോലും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്നല്ലാതെ തിരിഞ്ഞു പോലും നോക്കാത്ത ഈ ഒരു വണ്ടിക്ക് കുറേ കിറുക്കന്മാരുള്ള ഒരു ഫാമിലിയാണ് മോജോ ട്രൈബ് എന്ന് പറയുന്നത്. ലവന്മാരുള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇപ്പോഴും ഈ വണ്ടിയിലുള്ളതും ഈ വണ്ടി ഇങ്ങനെ ഓടുന്നതും. അതൊരു പ്രത്യേകതരം ഫീലാണ്. അവർ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. അതിലുള്ളവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ മറ്റേ ആനിവേഴ്സറി മീറ്റിനും, അതായത് ഓരോ വർഷം വരുന്ന മീറ്റിൽ മുംബൈ പൂനെ എന്നൊക്കെ വണ്ടി ഓട്ടിച്ച് മൂന്നാറ് വയനാടൊക്കെ വരുന്ന അൾട്ടിമേറ്റ് കിറുക്കന്മാരുണ്ട്. അവർ സത്യം പറഞ്ഞാൽ ആക്ച്വലി നല്ല സീനിയേഴ്സാണ്, നമ്മളെക്കാട്ടി സീനിയേഴ്സാണ്. പക്ഷേ അവർ ചെയ്യുന്ന പരിപാടികളെ കണ്ടാൽ നമ്മൾ കിറുക്കന്മാരെന്നേ പറഞ്ഞോളൂ. ബട്ട് ദേ ആർ സൂപ്പർ സീനിയേഴ്സ്. അവർക്ക് അറൗണ്ട് ഐ ഗസ് 40-45+ ഇയേഴ്സ് ഓഫ് ഏജ് ഉണ്ട്. അവരുടെ ഹെൽപ്പും നമ്മുടെ ഇവിടെ ഉള്ള കിറുക്കന്മാരുടെയും ഹെൽപ്പും കൊണ്ടാണ് ഈ വണ്ടിയെന്നല്ല പല വണ്ടിയും, മോജോ ട്രൈബിലുള്ള പല വണ്ടിയും ഇപ്പോഴും ക്ലീനായിട്ട് അവർ കണ്ടുപിടിക്കുന്ന ഓരോ ഓൾട്ടർനേറ്റീവ്സ്. അതായത് ഈ ബൈക്കിന് ഇപ്പോൾ ഷോറൂമുകാർ ഒരു പാർട്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു, ഓക്കെ, നൗ വാട്ട്, ആ സാധനം ഇല്ലാണ്ട് വണ്ടി ഓടത്തില്ല. അപ്പം ആ സാധനം നമ്മൾ എവിടെ നിന്ന് ഒപ്പിക്കും എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്തായാലും എല്ലാവർക്കും വരും. ആ ഒരു പോയിന്റിലാണ് കിറുക്കന്മാർ ഇറങ്ങുന്നത്. ഓരോ വണ്ടിയുടെ പാർട്സായിട്ട് അന്വേഷിച്ചിറങ്ങും. അതെടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ച് നോക്കി കാൽക്കുലേഷൻസൊക്കെ ശരിയാക്കിയതിന് ശേഷം പെർഫെക്റ്റ്, ഇത് സെറ്റാവും എന്ന് ഗ്രൂപ്പിലൊരു മെസ്സേജ് അങ്ങോട്ട് മതിയല്ലോ, വണ്ടി ഓടാനുള്ള സാധനമായില്ലേ. ആ സാധനം നമ്മൾ വാങ്ങിച്ച് ഇതിൻ്റെ അകത്ത് വെക്കുന്നു. ഇപ്പം മഹേന്ദ്ര മോജോ ആണെങ്കിലും ഇതിനകത്ത് പല ബ്രാൻഡിൻ്റെയും പാർട്സ് ഉണ്ട്, അതായത് ബജാജിൻ്റെ ഉണ്ട്, KTM-ൻ്റെ ഉണ്ട്, ആപ്പയുടെ ഉണ്ട്, നമ്മുടെ പിക്കപ്പ് ആപ്പയുടെ പാർട്സ് വരെ ഇതിൻ്റെ അകത്തുണ്ട്. സോ
അതായത് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഷോറൂമിൽ നിന്ന് പാർട്സ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ സോഴ്സ് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള കൃക്കന്മാരുള്ള ഒരു ഗ്രൂപ്പാണ് മോജോ ട്രൈബ്. അതാ ഞാൻ പറഞ്ഞു, ദർ വെരി ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ അവരുള്ളതുകൊണ്ടാണ്, എടുത്തെടുത്ത് പറയാം, അവന്മാരുള്ളതുകൊണ്ടാണ് ഈ വണ്ടി ഇപ്പോഴും ഇതേപോലെ സ്മൂത്തായിട്ട് ഓടുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട്. അത് ഇതിൽ പറഞ്ഞാൽ പോരാ, പക്ഷേ വണ്ടി വീഡിയോയുടെ ലെങ്ത് കൂടും. സോ ഇതാണ് മോജോ ട്രൈബ്. 2026 ഈ വണ്ടി എടുക്കണമെന്നുള്ളവർ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ഫണ്ട് കയ്യിൽ വെച്ചിരിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, പാർട്സൊക്കെ വളരെ ചീപ്പാണ്, അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ പാർട്സ് ഒന്നും പെട്ടെന്ന് കിട്ടൂല. പാർട്സ് നമ്മൾ സോഴ്സ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ആവശ്യം വന്നാൽ ചിലപ്പോൾ സ്റ്റോർ ചെയ്ത് കൊണ്ടുവേണ്ടി വരും. സോ കുറച്ച് ഫണ്ട് നമ്മളെ കയ്യിൽ എപ്പോഴും വേണം. ഇതിൻ്റെ പ്രോസ് എന്ന് പറഞ്ഞാൽ, ഫോർ മീ ഇറ്റ് ഹാസ് എ വെരി ബ്യൂട്ടിഫുൾ സൗണ്ടിങ് എക്സോസ്റ്റ്, എ വെരി റിഫൈൻഡ് എൻജിൻ, പേഴ്സണൽ ഒപ്പീനിയൻ, ഗുഡ് ലുക്കിംഗ് ഹെഡ്ലൈറ്റ് ടു. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കൊണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. സോ 2026 ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആക്ച്വലി ഗോ ഫോർ ഇറ്റ്. ബട്ട് ദർ ആർ സം റീസൺസ് യു ഷുഡ് നോട്ട് ഗോ ഫോർ ദാറ്റ്, ബിക്കോസ് പാർട്സ് അവൈലബിലിറ്റി, ഷോറൂം സപ്പോർട്ട് ആൻഡ് എക്സ്റ്റീരിയർ മൈലേജ് കമ്പാരിറ്റീവ്ലി കുറവാണ് UT കാട്ടി. സോ ഗൈസ് തിങ്ക് അബൌട്ട് ഇറ്റ്. മഴക്കോൾ വരുന്നുണ്ട്, ഇവിടെ കട്ട് ചെയ്യുക. കുറേ പറയാനുണ്ടായിരുന്നു, പക്ഷേ പുല്ല് മഴ പെയ്ത സീനാവും. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ബൈ.